ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞങ്ങളിന്നൊരു ബോർവെൽ സബ്മേഴ്സുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോംപ്ടൻ്റെ 1.5 HP 25 സ്റ്റേജ് വാട്ടർ കൂൾ പമ്പാണ് കേട്ടോ നമ്മളൊന്ന് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷനും മറ്റുള്ള കാര്യങ്ങളും കുറച്ച് പൊടിക്കൈകളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പമ്പ് മോട്ടറും കൂടെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കോലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പമ്പിനകത്തോടെ വലിച്ച് ചെറിയ ചെറിയ പൊടികളൊക്കെ കയറാണ്ടിരിക്കാൻ വേണ്ടിയും കരടൊക്കെ കയറാൻ വേണ്ടിയിരിക്കും നമ്മളൊരു നെറ്റ് കെട്ടി അതിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഹുക്കുള്ള ടൈപ്പ് എസ്എസിൻ്റെ ഹോൾഡറും ക്ലിപ്പും സ്റ്റീലിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേബിളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേബിളിങ്ങിന് അത് ചെറിയൊരു പൊടിക്കൈ ഉണ്ട്. കൂടാതെ നമ്മൾ വാട്ടർ ടൈപ്പൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പൊടിക്കൈ നമുക്ക് കാണിച്ചു തരാം. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ വയറ് ശരിക്കും നമ്മൾ ലൂപ്പ് ജോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളതൊന്ന് കെട്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജോയിൻറ്റിൽ ഒരു കാരണവശാലും വയറ് പറയുകയോ ഇല്ല, ഒരു കാരണവശാലും ലൂസായി ഷോർട്ടാവുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സ്പാർക്കിങ്ങിൻ്റെ കേസ് ഒഴിവാക്കാൻ വേണ്ടി തന്നെ നമ്മൾ കെട്ടി തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ പല കേസിലും നമ്മൾ ചെയ്യുന്നത്. കണ്ടില്ലേ, വലിച്ച് ടൈറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും പിന്നെ ലൂസാവില്ല. ഇനി ഇൻ കേസ് നമ്മുടെ ബോർവെൽ പമ്പ് കുടുങ്ങിയാൽ പോലും നമുക്ക് വലിച്ചെടുക്കുമ്പോൾ ഈ ഒരു ജോയിൻറ്റ് പറഞ്ഞു പോകുന്നുള്ളൊരു പേടി നമുക്ക് ഒരു കാരണവശാലും വേണ്ട. ആ ഒരു കേസിൽ നമുക്ക് ഉറപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ വാട്ടർ ടൈപ്പ് ചിറ്റേൻ്റെ മുകളിൽ ഇതേ ഇൻസുലേഷൻ ടൈപ്പും ചിറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു കേബിളിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വയറും നമ്മൾ ജോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ 40 വർഷത്തിന് മേളിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോരോ കേസുകളും വരുമ്പോഴും നമ്മൾ പിടിപ്പിക്കാത്ത മോട്ടറുകൾ, നമ്മൾ പിടിപ്പിച്ച മോട്ടറിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് നമ്മൾ നികത്തി തന്നെയാണ് പല പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോർവെൽ സബ്മേഴ്സുകളോ മറ്റ് പമ്പുകളോ എന്ത് വിധത്തിലുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മളെ സമീപിക്കാം. അപ്പോൾ നമ്മുടെ കേബിളിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പമ്പ് ഇറക്കിയപ്പോൾ ഈ ജോയിൻ്റ് അവിടെ കെട്ടി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും അത് ചെയ്യരുത്. നമ്മൾ ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ടാഗ് ചെയ്യുകയോ അല്ലെങ്കിൽ വേണ്ട ടാഗ് ഇല്ലെങ്കിൽ പോലും നമ്മളൊരു ഇൻസുലേഷൻ ടൈപ്പ് എങ്കിലും ചുറ്റി വയ്ക്കാൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ബോർവെൽ. അപ്പോൾ നമ്മുടെ പൈപ്പും കേബിളും കൂടെ നമ്മൾ ടാഗ് ഇട്ടിട്ട് നമ്മൾ കെട്ടുകയുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ ചെയ്യണത് കുറച്ചധികം ടാഗ് ഇതുപോലെ കൂട്ടി കെട്ടിയിട്ട് നമ്മളങ്ങ് തള്ളിക്കൊണ്ട് പോയിട്ട് കെട്ടി തീർക്കുകയായിട്ടാണ് ചെയ്യണത്. കാരണം നമ്മുടെ പണി എളുപ്പം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതിലും എക്സ്പേർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പിടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മളിതൊരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതാണ് ബോർവെൽ. നമ്മൾ നല്ല ഡിസ്റ്റൻസിലാണ്, ഏകദേശം 450 അടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇതൊന്നും തീർന്നിട്ടില്ല. ദേ കാണുന്ന വീട് ദേ ഇനിയും ഉണ്ട്. പൈപ്പ് ദേ കാണുന്നതാണ്. അതിൻ്റെ ആ റോഡിൻ്റെ അങ്ങേയറ്റത്താണ് കേട്ടോ പൈപ്പിൻ്റെ എൻഡ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരം നമ്മുടെ ബോറിനകത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള കേട്ടോ ഈ പൈപ്പും വയറൊക്കെ. എൻ്റെ മോനെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ കയറ് കെട്ടുകൂടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അവസാന സ്റ്റേജിലേക്ക് എത്തുകയാണ്. നമ്മുടെ കയറും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കഴിയുക. ഇനി നമ്മൾ പമ്പ് ബോറിനകത്തേക്ക് ഇറക്കിയാൽ മതി. ബോർവെൽ പമ്പിൻ്റെ സൈഡിൽ തന്നെ 2 ഹോളുണ്ട്. അതിനകത്ത് നമ്മൾ കോപ്പർ വയറും കൊണ്ടൊരു ഹുക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കെട്ടുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും നമ്മുടെ സേഫ്റ്റി തന്നെയാണ് എപ്പോഴും നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോർവെൽ പമ്പ് നമ്മൾ ബോറിലേക്ക് ഇറക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് പമ്പ് നേരെ തുടച്ചിട്ട് അടിയിലും ചെളിയിലൊക്കെ കളഞ്ഞ് നമ്മുടെ ടെക്നീഷ്യൻ നേരെ ബോറിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോർവെൽ പമ്പ് ദേ ഇറക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കുണ്ടെങ്കിലും മോട്ടർ പിടിപ്പിക്കാനോ സർവീസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ കുടുങ്ങിയ മോട്ടർ എടുക്കാൻ നമ്മുടെ ടീമുണ്ട്. അവർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പമ്പ് ബോർവെല്ലിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് HD പൈപ്പ് തന്നെ യൂസ് ചെയ്യുന്നതെന്ന്. അത് വേറെ ഒന്നുമല്ല, മറ്റ് കോളം പൈപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ടെക്നീഷ്യൻ ഇല്ലാണ്ട് ഇറക്കാനും കയറ്റാനും നടപടിയില്ല. ഒന്നാമത് പണിക്കാരെ കിട്ടാനില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അവർ 1-2 പേരെ വിളിച്ചാൽ പമ്പ് മുകളിൽ കയറും. പമ്പ് മാറ്റി പിടിപ്പിക്കുക അല്ലെങ്കിൽ പൊക്കിയിടുകയൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു HD പൈപ്പ് യൂസ് ചെയ്താൽ. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 ഇഞ്ചാണ് HD പൈപ്പ് യൂസ് ചെയ്യുന്നത്. 1.25 ഇഞ്ചാണ് ഇതിനകത്ത് ഔട്ട് ഡെലിവറി പറയുന്നത്. പക്ഷെ ഞാനത് 1 ഇഞ്ച് തന്നെയാണ് ഇപ്പോൾ മിക്കപ്പോഴും പിടിപ്പിക്കാറ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഒന്ന് പൊക്കണമെങ്കിലത്തെ കേസിൽ ബോർവെലിൻ്റെ അവസ്ഥ അറിയാമല്ലോ, 1-2 തവണയെങ്കിലും ചില കേസിൽ പൊക്കേണ്ടി വരും. ഇടി നമ്മുടെ നാട്ടിൽ കൂടപ്പുറപ്പായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും വിളി കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ചിൻ്റെ HD പൈപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയും വെള്ളം കുറച്ച് പൊക്കിയാൽ മതിയല്ലോ. ഒന്ന് കയറ്റി ഇറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടാസ്ക്കാണ്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ചെയ്യാനത്. പിന്നെ ടെക്നിക്കൽ സൈഡിൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, എന്നാൽ പോലും ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പമ്പിൻ്റെ ഇറങ്ങി ഇതേ പൈപ്പ് എൻഡുമായിട്ട് നമ്മുടെ പയ്യൻ വന്നിട്ടുണ്ട്. അമ്മോ നല്ല ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടി തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പമ്പ് അങ്ങ് അടിയിലേക്ക് എത്തി. ബോർവെൽ അടിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നത്. ഏകദേശം ഒരു 50 മീറ്ററിനടുത്ത് വെള്ളം നമ്മൾ ഇറക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഓൾറെഡി ഇൻഡിയാപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഇൻഡിയാപ്പിനെ യൂസ് ചെയ്ത് അതിനകത്തൊരു ഹോളടിച്ച് ഹോൾസ് വെച്ചിട്ട് ഹോളടിച്ച് അതിനകത്തുള്ള പൈപ്പും വയറും കയറും കയറ്റി കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഞങ്ങളുടെ വർക്കിംഗ് പാറ്റേണൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മളത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതാണ്, അടുത്ത സെറ്റിങ്സിൽ നമ്മൾ പൂർത്തീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാമ്പും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ടാസ്ക് തീരുകയാണ്. അപ്പോൾ നമ്മുടെ ക്രോംപ്ടൻ്റെ പമ്പിനൊപ്പം പാനൽ ബോർഡ് വരുന്നുണ്ട്. ആർമർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പാനൽ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കമ്പനി വാറണ്ടി കൂടുതൽ കൊടുക്കുന്നുണ്ട്. ബട്ട് ഇടിവെട്ടും കാര്യങ്ങളും കൂടുതൽ ക്യാച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ BCHൻ്റെ പാനൽ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫുള്ളി മാനുവലാണ്, റിലേയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതും വലിയ റിലേയും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. പിന്നെ അനലോഗ് ടൈപ്പ് തന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് സജസ്റ്റ് ചെയ്തത്. കസ്റ്റമർ അത് ഓക്കെ പറഞ്ഞു. അപ്പം നമ്മളത് ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞ് ഓണാക്കാൻ പോവുകയാണ്, ഓണാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആംബിയറൊക്കെ സെറ്റാണ്, കുഴപ്പമില്ല. കുറച്ച് വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല, വെള്ളം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് കാണുന്നവരേക്കും ബൈ ഫ്രം ബിബിൻ.